രാത്രി മൊത്തം ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ട സമയത്ത് ഈ കുരിശടിയുടെ പുറകിൽ ഞാൻ കിടക്കുകയായിരുന്നു. ആ സമയത്ത് എന്നെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ കണ്ടതാണ് ഒത്തിരി മക്കൾ, അനേകം ജാതിഭേദമന്യ മക്കൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഒത്തിരി മക്കൾക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഈ ലോണ്ടറിയും ഇതെല്ലാം എനിക്കുള്ളതാണ്, ഞാനാണ് നടത്തുന്നത്. ഇവിടെ കയറിയതിനു ശേഷമാണ് എനിക്കിതെല്ലാം ഉണ്ടായത്. ഇന്നും നമ്മൾ ഒരു രാവിലെ എഴുതിക്കുമ്പോഴും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടാണ് എഴുതിക്കുന്നത്. ഇത്രയ്ക്ക് ഇതാണ്. എന്നെ കണക്ക് വേറെ 100 കണക്കിന് ആൾക്കാരുണ്ട്, അവരെല്ലാം ഇപ്പം വരും. എന്തൊരു പറഞ്ഞാലും നമുക്ക് നല്ല ശക്തിയാണ്. ഇവിടെ ആക്സിഡൻ്റൊക്കെ നടന്നപ്പോഴൊക്കെ വന്ന് നമ്മൾ 5-6 ആക്സിഡൻറ്റ് നടന്നു. അപ്പോഴൊക്കെ യേശുപ്പാന്ന് വിളിച്ചപ്പോൾ യേശുപ്പൻ കേട്ടിട്ടുണ്ട്, എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിലൊക്കെ വലിയ വിശ്വാസമാണ്. ഇപ്പോഴില്ല, ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ യേശുപ്പ എപ്പോഴും വെളുപ്പിനെ ഏത് മഴ ആയാലും ഞാൻ ഇവിടെ വന്നൊരു ദീപത്തിരി വെളിയിൽ കത്തിക്കും, ഇനിയും കത്തിക്കും. ഒക്കണ നാളെ കത്തിക്ക്. എല്ലാം എനിക്ക് അതിനുള്ള വരുമാനമൊന്നും ഇല്ല, എങ്കിൽ ഞാൻ കത്തിക്കും. അമ്മയ്ക്കും ഇതേപോലെ തന്നെ ഇവിടെ ഭയങ്കര ശക്തിയാണ്. പിന്നെ നമ്മളൊരു മെഴുതിരി കത്തിച്ചിട്ട് പോയി നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കത് ഫലിക്കും. പിന്നെ ആപത്തൊക്കെ നമ്മൾ വന്നാൽ ഇവിടെ ഒന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് പാതി കുറയും. സ്ഥലം മഞ്ഞമല, തോന്നയ്ക്ക്. മഞ്ഞമല. എൻ്റെ പേര് സൗമ്യ. ഞാൻ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വിശ്വാസിയാണ്. ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഇവിടെ വന്ന് ഈ പള്ളിയിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞിരുന്ന അതുപോലെ പ്രാർത്ഥിക്കും. എന്നും മെഴുകുതിരി കത്തിക്കും. പിന്നെ ഞാൻ നടക്കാൻ പോയപ്പോൾ രാവിലെ 4 മണിക്ക് മെഴുകുതിരി കത്തിച്ചിട്ടാണ് പോയത്. എന്ന് ഇനി നല്ല വിശ്വാസമാണ്. കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ചേട്ടൻ ഗൾഫിൽ പോയിരുന്നു. അപ്പം ചെറിയ പൈസ വെച്ച് നമ്മൾ കിട്ടിയ പൈസയൊക്കെ വെച്ച് കടവും കാര്യങ്ങളൊക്കെ മീട്ടി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ദൂരെ ആളുകൾ വരും. ഇവിടെ വരും. ഇവിടെ എല്ലാവരും വന്ന് തൊഴുതിട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ട് തന്നെ പോകും. നല്ല വിശ്വാസമാണ് ഇവിടെ. അതെ, വിശ്വാസമാണ്. അത് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ട്. ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഇരുന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാട്ട് പാടി. എന്നാൽ എൻ്റെ മനസ്സലിഞ്ഞ് ഈ പാട്ട് ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അലമാരയിൽ ഞാൻ യേശുവിൻ്റെ ഒരു തിരുഹൃദയ ഫോട്ടോ കുഞ്ഞതൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഫോട്ടോ മറു സൈഡിൽ യേശുവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ ഇങ്ങനെ പിറ്റേന്ന് ബൈബിൾ വായിച്ച സമയത്ത് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഇങ്ങനെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എന്നെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ആ ഒരു ചിത്രം പോലെ മറ്റൊരു ചിത്രം ഇപ്പുറത്തോട്ട് ആലമാരയിൽ ഞാനിങ്ങനെ കണ്ടു. അപ്പോഴാണ് ദൈവം എനിക്ക് വചനം തന്നത്, എന്നെ അത്യധികം സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടു. പിന്നെ യേശു എൻ്റെ ഹൃദയത്തിൽ തൊട്ടു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ട് വന്നതിൻ്റെ 4-ാം ദിവസം എൻ്റെ നാട്ടിൽ തട്ടയിൽ ഞാൻ ഇങ്ങനെ ഒരു വിവാഹത്തിന് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ബസ്സിലിരുന്ന് ഞാൻ ഉറങ്ങുകയാണ്. എൻ്റെ അടുത്തൊരു പുരുഷനാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അയാൾ എന്നെ കയറി തൊട്ടാ എന്തോ, എനിക്കറിയില്ല. എനിക്ക് ഒരു പേടിയും വെപ്രാളും. അപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു ഹൃദയത്തിൽ വന്ന് ഒരു ഇടി വന്ന് വീണണൊക്കെ എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ ഇതേപോലെ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ വചനത്തിൽ കൂടെ സംസാരിക്കുകയാണ്. പിന്നെ എന്നെ വിളിച്ചപേക്ഷിച്ചവർക്ക്, കണ്ണുനീരോടെ എൻ്റെ പാദപീഠത്തിൽ വന്ന് എന്നെ വിളിച്ചപേക്ഷിച്ചവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ഞാൻ അവരെ സ്പർശിച്ച് അവരുടെ ദുഃഖങ്ങളെ വേദനകളെ മാറ്റിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് ദൈവം എനിക്ക് വചനം തന്നത്. അങ്ങനെ പല അനുഭവങ്ങൾ എനിക്കുണ്ട് പറയാൻ.
അത്രയ്ക്കധികം വിശ്വാസം. കാരണം ദൈവത്തെ ഞാൻ സ്നേഹിക്കുകയും തിരിച്ചറിയുകയും രുചിച്ചറിയുകയും ചെയ്തു. എൻ്റെ തൊഴിലുറപ്പ് ജോലി മതിയാക്കി, അയൽക്കൂട്ടം എന്ന് പറയുന്ന പ്രവൃത്തി മതിയാക്കി. ഇപ്പോൾ 1.5 വർഷം കൊണ്ട് ഞാനൊരു പ്രാർത്ഥന ജീവിതത്തിലാണ്. ഒരു ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ അതും പറയുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകനും മരുമകളും ഞാനുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മകൻ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി. ഒരു ദിവസം അന്ന് രാത്രി മൊത്തം ഈ കുരിശയുടെ പുറകിലാണ് ഞാൻ കിടന്നത്. ആ സമയത്ത് അർദ്ധരാത്രിക്ക് ഇവിടെ വന്ന് ഒരുപാട് പയ്യന്മാര് വന്ന് പൂപറിച്ചു വെക്കുകയും തിരികത്തിച്ചു വെക്കുകയും കാണിക്കയിടുകയും ചെയ്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഒരു രാത്രി മൊത്തം ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ ഇറക്കി വിട്ട സമയത്ത് ഈ കുരിശടിയുടെ പുറകിൽ ഞാൻ കിടക്കുകയായിരുന്നു. ആ സമയത്ത് എന്നെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ കണ്ടതാണ് ഒത്തിരി മക്കൾ, അനേകം ജാതിഭേദമന്യ മക്കൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഒത്തിരി മക്കൾക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഞാനിപ്പോൾ നിരന്തരം ഈ ദേശത്തിന് വേണ്ടി, ഈ ദേശത്ത് ഒത്തിരി വിവാഹം നടക്കാത്ത മക്കളുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്ത ദമ്പതിമാരുണ്ട്, കലഹിച്ചും ഭിന്നിച്ചും കഴിയുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടി കുത്തിയിരുന്ന് എൻ്റെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ എൻ്റെ പരിപാടി. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് സ്ഥലം മഞ്ഞമല. ആ, കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ എന്ത് വിഷമിച്ചുവെന്ന് ഏത് കാര്യം പറഞ്ഞാലും ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. ആണ് ഇത്രയും ജനങ്ങളും ആൾക്കാർക്കാണ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ ഇന്ന് വരെ നമ്മൾ ആര് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇല്ലെന്ന് യാതൊരു ഇന്ന് വരെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. എന്നല്ല നമ്മളെല്ലാം ഇവിടെ ഞാൻ അപ്പുറത്തൊരു മൈക്ക് സെറ്റിൻ്റെ കടയിട്ടേക്കുന്ന ആളാണ്. എന്നെ കഴിയുന്നത് എനിക്ക് കിട്ടുന്നുണ്ട്, ഒരു വിശ്വാസമുണ്ട്. എൻ്റെ പേര് പ്രകാശൻ. ഞാൻ വർഷങ്ങളോളം ഇവിടെ വന്ന് ഏതെങ്കിലും നേരം ലൈറ്റ് അണയ്ക്കുകയെ ഒക്കെ ചെയ്യും. പക്ഷേ ഇവിടെ എനിക്കൊരു ശക്തിയുടെ ഒരു ഇതുണ്ട്, അത് കാണുന്നുണ്ട്. ഞാൻ ഇപ്പം എനിക്ക് കണ്ണ് കാഴ്ചയില്ല. അത് ഇവിടെയൊക്കെ വന്ന് നിന്ന് തൊഴുതൊട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ വെളിച്ചപ്പാട് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ശക്തി ഇതിനകത്ത് പ്രാപിക്കുന്നുണ്ട്. പിന്നെ ആര് പോയാലും ഈ കുരിശടിയിലൊന്നും തൊഴുവാതെ പോകാത്തവരാരുമില്ല. വിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഇത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. അപ്പോൾ പിന്നെ ഏത് കാര്യവും എവിടെ നടക്കാത്തൊരു കാര്യവും വിശുദ്ധ യൂദാശ്ലീഹയോട് പറഞ്ഞാൽ അപ്പം നടക്കുമെന്നുള്ളതാണ് വിശ്വാസം. നടന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകമായിട്ട് പറയാൻ വലിയ അത്ഭുതങ്ങളൊന്നുമല്ല. നമ്മുടെ കുടുംബകാര്യങ്ങൾ നടക്കുന്നത് തന്നെ ഒരത്ഭുതമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പം ഇതൊരു കുരിശടിയുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അനൂജ് എന്ന് പറയുന്ന സഹോദരനാണ്. അത് നമ്മൾ ഈ കുരിശടിയിലെ ഒരു വിശ്വാസിയാണ്, പള്ളിയിലെ വിശ്വാസിയല്ല. അപ്പോൾ അത് പറഞ്ഞ് കുരിശടി വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഈ ഇടവകയിലുള്ളവരല്ല, പുറത്തുള്ളവർ. എൻ്റെ പേര് അനൂജ് എന്നാണ്. ഞാൻ ഇവിടെ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പോഴാണ് ഈ കുരിശടി ഒരു 13-14 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിതമായത്. അതുമുതൽ അന്ന് ഇവിടുത്തെ ഈ കുരിശടിയുടെ ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയ ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവർ വിളക്കൊന്നും ലൈറ്റൊന്നും കത്തിക്കാതെ ഇവരങ്ങ് പോയി. അന്ന് മുതൽ ഞാനാണിത് ലൈറ്റിടുകയും ഇവിടെ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നൂറുകണക്കിന് ആളുകൾക്ക് പല പല അനുഭവങ്ങൾ കിട്ടി, പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പം അവരെല്ലാവരുമാണ് ഇന്ന് ഇതിനെല്ലാം ഇത് വൃത്തിയാക്കുന്നതും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും. ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000കണക്കിന് ആരാധകർ ഇന്ന് നിലവിലുണ്ട്. അവരെല്ലാം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ച് കഴിഞ്ഞാൽ എത്തും, എല്ലാവരും എത്തുന്നുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ഒരു സംഭവമാണ് ഇവിടെ വിശ്വാസം. എനിക്ക് സാധാരണ ഞാൻ ഇന്ന് ആരായി നിൽക്കുന്നു, ഇന്ന് ഈ തുണി അലക്കുന്ന കമ്പനിയും അല്ലാതെ എനിക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെ ഒരു 3-4 ടാങ്കർ ലോറി എല്ലാം ഉണ്ടായത് ഞാൻ ഇവിടെ തൂത്തുവാരെയും ഇവിടവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടാണ്. ഞാൻ ഒരു സാറിന് ഇവിടുത്തെ ഒരു യൂണിയനിലെ കൂലിത്തൊഴിലാളിയായിരുന്നു.